പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവർക്ക് വിശ്വസിക്കുന്നതിൽ ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാർ ശ്മശാനം. 2ാം ലോക യുദ്ധകാലത്താണ് സംഭവം. യുദ്ധത്തിനൊടുവിൽ യൂറോപ്പിൽ നിന്നും തിരിച്ചു പോകുന്ന അമേരിക്കൻ പട്ടാളക്കാർ തങ്ങൾ ഏതെല്ലാമോ വഴികളിലൂടെ നേടിയെടുത്ത കാറുകൾ കപ്പലിൽ കയറ്റാനാവില്ലെന്ന് കണ്ട് ദുഃഖിച്ചു. സ്വന്തം ചെലവിൽ അമേരിക്ക വരെ ഇവ കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലായിരുന്നു. ഒടുവിൽ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനപ്രകാരം കാറുകളെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പദ്ധതിയിട്ടു. പട്ടാളക്കാർ കാറുകളിൽ ഒളിപ്പിക്കാനായി കണ്ടെത്തിയ സ്ഥലം തെക്കൻ ബെൽജിയത്തിലെ ചാറ്റ്ലേൻ എന്ന ഗ്രാമത്തിനടുത്തായിരുന്നു. നിബിഡമായ വനത്തിനരികിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ വനത്തിൽ ഒരിടത്ത് എല്ലാ കാറുകളും അവർ പാർക്ക് ചെയ്തു കഴിഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വന്ന് കാറുകൾ കൊണ്ടുപോകാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. തിരിച്ചു വരാമെന്ന പട്ടാളക്കാരുടെ സ്വപ്നങ്ങൾ പക്ഷേ നടപ്പാവുകയുണ്ടായില്ല. ആദ്യകാലത്ത് ഈ വാഹനങ്ങളിൽ ആരും കൈവച്ചിരുന്നില്ല. പട്ടാളക്കാർ മുഴുവനായി സ്ഥലം വിട്ടുപോകാൻ കുറേ നാളുകൾ എടുത്തതാണ് കാരണം. കൂടാതെ മലയുടെ ഏറ്റവും ഉയരത്തിലേക്ക് കയറ്റിയാണ് കാറുകൾ മിക്കതും പാർക്ക് ചെയ്തിരുന്നത്. കയ്യിൽ തോക്കുകളും മറ്റു സന്നാഹങ്ങളുമുള്ള പട്ടാളക്കാർക്ക് വന്യമൃഗങ്ങളുള്ള ഘോര വനത്തിലേക്ക് താരതമ്യേന എളുപ്പത്തിൽ ചെന്നുപറ്റാൻ കഴിഞ്ഞിരിക്കണം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം കാട്ടിലേക്ക് ഇത്രയും ദൂരം കടന്നു ചെല്ലാറുള്ളത് സ്ഥലത്തെ വേട്ടക്കാർ മാത്രമാണ്. ഇവർ നൽകുന്ന വിവരണങ്ങളിൽ ഈ കാറുകൾക്ക് ഐതിഹ്യ സമാനമായ സ്ഥാനം ലഭിച്ചിരുന്നു പുറം നാടുകളിൽ. കാട്ടിൽ 4 ഇടങ്ങളിലായിട്ടാണ് ഈ കാറുകൾ കിടക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പല കാലത്തായി പാർക്ക് ചെയ്യപ്പെട്ടതാകയാൽ അതിനും സാധ്യതയുണ്ട്. അക്കാലത്തെ അത്യാഡംബര കാറുകളാണ് ഇവയിൽ പലതും. ഇതുതന്നെയായിരുന്നു പട്ടാളക്കാർക്ക് ഇവ സംരക്ഷിക്കപ്പെടണം എന്ന് തോന്നലുണ്ടാകാൻ കാരണവും. ആദ്യം കുറച്ചു പട്ടാളക്കാർ മാത്രമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. പിന്നീട് ഈ വിവരമറിഞ്ഞ മറ്റുള്ളവരും അതേ സ്ഥലം തേടി വന്നു. ചുരുക്കത്തിൽ ഒരു വൻ ട്രാഫിക് ബ്ലോക്ക് മരവിപ്പിച്ചു നിർത്തിയ പോലെ വരിവരിയായ വാഹനങ്ങൾ വന്നു കിടന്നു. പല കാലങ്ങളിലായിട്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 2ാം ലോക യുദ്ധം നീണ്ടുനിന്ന അത്രയും കാലയളവിൽ ഇവിടെ പുതിയ പുതിയ കാറുകൾ ചേർക്കപ്പെട്ടു. കൊടും കാടായതിനാൽ അധികം ആളുകൾ ഈ വിവരം അറിയുകയുണ്ടായില്ല. പട്ടാളക്കാർ വന്ന വഴികളെല്ലാം പിൽക്കാലത്ത് മരങ്ങൾ വളർന്നു മൂടിയതിനാൽ ഇവ ആർക്കും എളുപ്പത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ കാറുകളെല്ലാം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. എല്ലാം തുരുമ്പ് പിടിച്ച് നശിച്ചു കഴിഞ്ഞു. കാർ ശ്മശാനത്തിനടുത്തായി ഒരു US ആർമി ബേസ് ഉണ്ടായിരുന്നു എന്ന് വിവരമുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല. 2013 ഈ കാർ ശ്മശാനത്തെക്കുറിച്ച് പുറംലോകം അറിയുന്നത്. ഇതോടെ നിരവധി വിൻറ്റേജ് കാർ കളക്ടർമാർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. വിവരമറിഞ്ഞ് കൂടുതൽ പേരെത്തുകയും കാറുകളുടെ ഉപയോഗയോഗ്യമായ ഘടകഭാഗങ്ങൾ ഊരിക്കൊണ്ടുപോവുകയും ചെയ്യാൻ തുടങ്ങി. പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന വിധത്തിലായി ആളുകളുടെ കാട്ടിലേക്കുള്ള കടന്നുകയറ്റം. ഇത് തടയുന്നതിനായി സർക്കാർ ഈ കാട്ടിലേക്കുള്ള പ്രവേശനം നിരോധിച്ചെന്ന് കേൾക്കുന്നുണ്ട്. തിരക്കിട്ട് ആരും പോകേണ്ടതില്ല. ഏതാണ്ട് 500ഓളം കാറുകളാണ് വരിവരിയെ കിടക്കുന്നത്. ഇതിൽ ആദ്യം പാർക്ക് ചെയ്ത കൂട്ടർ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കി കാറുകൾ കൊണ്ടുപോകാനായി വന്നാലും കുടുങ്ങിയേനെ. യുദ്ധത്തിനിടയ്ക്ക് ഇത്രയും കാറുകൾ വാങ്ങിക്കൂട്ടാൻ അമേരിക്കൻ ഭടന്മാർക്ക് എങ്ങനെ സാധിച്ചു എന്നത് അവ്യക്തമാണ്. അമേരിക്കൻ ഭടന്മാർ വ്യാപകമായി കൊള്ളയടി നടത്തിയിരുന്നു എന്നാണ് ഊഹിക്കാവുന്ന ഒരു കാര്യം.